2026 വേൾഡ് കപ്പിന് ദിവസങ്ങളെണ്ണി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ? നിലവിൽ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇംഗ്ലണ്ട്, സ്പെയിന്, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നീ ടീമുകളെല്ലാം ഉണ്ട്. ഇതിൽ ആരായിരിക്കും വേൾഡ് കപ്പ് കിരീടം ചൂടുക? ഇതാണ് ലോകത്തിൻ്റെ ചോദ്യവും. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് കിരീടം നിലനിർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വേൾഡ് കപ്പിൽ തന്നെ കുറഞ്ഞ തവണ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തുടർച്ചയായി 2 തവണ വേൾഡ് കപ്പ് കിരീടം നിലനിർത്തുക എന്ന്. എന്നാൽ ഇത്തവണ ഞങ്ങൾ വേൾഡ് കപ്പ് നേടാനല്ല പോകുന്നത്, പകരം ഞങ്ങളുടെ പക്കലുള്ള ആ വേൾഡ് കപ്പ് നിലനിർത്താനാണെന്ന് സ്കലോണി അർജന്റീന ആരാധകർക്ക് മുന്നിൽ പറഞ്ഞതാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുൻപന്തിയിൽ തന്നെയാണുള്ളത്. സ്കലോണിയും കൂട്ടരും കിരീടം നിലനിർത്താൻ ശക്തമായ കാരണങ്ങളുണ്ട്. നമുക്ക് ആ 5 കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ അത് ലയണൽ സ്കലോണി തന്നെയാണ്. ഇന്നും അവർക്കൊപ്പം സ്കലോണി ആശാനുണ്ട്. സ്കലോണിയുടെ ടാക്റ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി എതിരാളികളെ അതിശയപ്പെടുത്തുന്നുണ്ട്. 4-3-3 മുതൽ 4-4-2 വരെ അതിശയം എളുപ്പം മാറാൻ കഴിയും. സ്കലോണിയുടെ ടാക്ടിക്സിൽ എത്ര വമ്പന്മാരും മുട്ടുകുത്തും. ടീമിനെ ഒറ്റക്കെട്ടായി നിലനിർത്തുക എന്ന കാര്യത്തിൽ സ്കലോണി എന്നോ വിജയിച്ചതാണ്. എതിരാളികളെ കൃത്യമായി പഠിച്ചുകൊണ്ട് പ്ലാൻ തയ്യാറാക്കുന്നതിൽ സ്കലോണി ആശാൻ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ടീമിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനേക്കാൾ ഒരു സിസ്റ്റമുള്ള ടീമാണ് നിലവിൽ അർജന്റീനക്കുള്ളത്. ഇതാണ് ഏറ്റവും ശക്തമായ ഫാക്ടർ, എതിരാളികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഫാക്ടർ. രണ്ടാമത്തെ കാരണം മെസ്സി ഫാക്ടറാണ്. ലിയണൽ മെസ്സിക്ക് 39 വയസ്സിലേക്ക് എത്തുകയാണെന്നതാണ് സത്യം. പക്ഷേ ഇപ്പോഴും അർജന്റീനയുടെ ഹൃദയ താളമാണ് മെസ്സി. മെസ്സി ഇല്ലാതെയും അർജന്റീന കളിക്കാൻ പഠിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ലിയണൽ മെസ്സി വലിയ മത്സരങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എതിരാളികളെ അതിശയപ്പെടുത്തുന്നതാണ്. കാരണം 39ലും മെസ്സി മിന്നിത്തിളങ്ങുന്ന പ്രകടനമാണ് നടത്തുന്നത്. മെസ്സി ടീമിനൊപ്പം ഉണ്ടാകുമ്പോൾ ടീമിലെ എല്ലാവർക്കും പ്രചോദനമാകുന്നു എന്നത് അർജന്റീന ടീമിലെ വസ്തുതയാണ്. എതിരാളികളിൽ നിന്ന് ലിയണൽ മെസ്സി കളത്തിലുണ്ടാകുമ്പോൾ അർജന്റീനക്കൊരു എക്സ്ട്രാ എഡ്ജ് ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സി ഫാക്ടർ അർജന്റീനക്ക് വേൾഡ് കപ്പിലും ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യമാണ് താരങ്ങളുടെ നിലവിലെ ഫോം. 1-2 പരിക്കുകൾ അർജന്റീനക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും അർജന്റീനയിലെ പല താരങ്ങളും പൂർണ്ണമായും ബാലൻസ്ഡായി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂലിൻ അൽവരസ്, പരിക്കുമാറി തിരിച്ചെത്തിയ ലൗതറോ മാർട്ടിനസ് മിയാമിയിലാണെങ്കിലും മിന്നും പ്രകടനമാണ് മെസ്സിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെൽസിക്കായി മിന്നും പ്രകടനം നടത്തുന്ന എൻസോ ഫെർണാണ്ടസ് എന്നിവരെല്ലാം അർജന്റീനയുടെ വലിയ പ്രതീക്ഷകളാണ്. നാലാമത്തെ ഫാക്ടർ സ്കലോണി മെരുക്കിയെടുത്ത അർജന്റീനയുടെ പ്ലേയിങ് സ്റ്റൈൽ ഇവാലുവേഷനാണ്. ഹൈ പ്രസ്സിംഗ്, ക്വിക്ക് ട്രാൻസാക്ഷൻ, ബോൾ കൺട്രോൾ, സ്മാർട്ട് പാസിംഗ്, ഡിഫൻസിംഗ് ഡിസിപ്ലിൻ എന്നിവയെല്ലാം നിലവിൽ അർജന്റീനക്കുണ്ട്. ഇതിലെതിരാളികൾ പലപ്പോഴും വീഴുക അർജന്റീനയുടെ ഹൈ പ്രസ്സിങ്ങിനും പിന്നെ ക്വിക്ക് ട്രാൻസിഷനും ഫുട്ബോളിലാണ്. പിന്നെ ലിയോ മെസ്സി പോലുള്ള ഒരു താരമുണ്ടാകുമ്പോൾ ബോൾ കൺട്രോളും സ്മാർട്ട് പാസിങ്ങും അർജന്റീനക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ്. മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തിക്കാൻ ലിയോയെ പോലെ ഒരാൾ ഉണ്ടാവുക എന്നത് വേൾഡ് കപ്പിൽ വലിയ അഡ്വാൻറ്റേജ് ആണ് അർജന്റീനക്കുള്ളത്. പിന്നെ മറ്റൊരു ഫാക്ടർ നിലവിൽ കോപ്പ അമേരിക്ക, വേൾഡ് കപ്പ്, അതിനുശേഷമുള്ള കോപ്പ അമേരിക്ക എന്നിങ്ങനെ സ്കലോണി കളിപ്പിച്ച എല്ലാ ടൂർണമെൻറ്റുകളിലും അർജന്റീന തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. ഇനി വരുന്നത് 2026 വേൾഡ് കപ്പാണ്. ഇത്തവണയും അർജന്റീനയ്ക്ക് കിരീടം ചൂടാനാകുമെന്ന ശക്തമായ പ്രതീക്ഷയിലാണ് നിലവിൽ അർജന്റീന ആരാധകരുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ?